ശൈത്യകാല സമ്മേളനത്തിന്റെ 4ാം ദിനമായ ഇന്നും പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. രാജ്യസഭയും ലോക്സഭയും ഇന്നത്തേക്ക് പിരിഞ്ഞു. ഇരുസഭകളും തിങ്കളാഴ്ച വീണ്ടും സമ്മേളിക്കും. സമ്പൽ ആക്രമണവും അദാനി വിഷയവും ഉയർത്തിയാണ് പ്രതിപക്ഷം പ്രതിഷേധിച്ചത്. ബഹളത്തെ തുടർന്ന് 12 മണിവരെ നിർത്തിവെച്ച ലോക്സഭയിൽ നടപടികൾ പുനരാരംഭിച്ചെങ്കിലും പ്രതിപക്ഷം ബഹളം തുടർന്നതിനാൽ സഭ ഇന്നത്തേക്ക് പിരിയുന്നതായി സ്പീക്കർ ഓം ബിർള അറിയിക്കുകയായിരുന്നു. संसद चलना चाहिए, चर्चा संवाद होना चाहिए। सहमति असहमति हमारे लोकतंत्र की ताकत है। मैं आपसे आग्रह करता हूं, जनता की भावनाओं और उनकी आशाओं आकांक्षाओं के अनुसार आप सदन चलने में सहयोग करें। आज महत्वपूर्ण विषय स्वास्थ्य और महिलाओं पर प्रश्नकाल में चर्चा हो रही है। प्रश्नकाल आपका समय है। രാജ്യസഭയിലും സമാനമായ അന്തരീക്ഷമായിരുന്നു. പ്രതിഷേധം കാരണം സഭയുടെ സമയം നഷ്ടപ്പെടുകയാണെന്ന് രാജ്യസഭാ ചെയർമാൻ ജഗ്ദീപ് ധൻഖർ പറഞ്ഞു. We are creating a very bad precedent. We are dishonoring the people of this country. We are not coming up to the expectations. Our actions are not people-centric. They are to absolute public distaste. We are getting into irrelevance. People are ridiculing us. We have virtually become laughing stock. I appeal to you. ഡൽഹിയിലെ ക്രമസമാധാന നില തകർക്കുന്നു എന്നാരോപിച്ച് ആം ആദ്മി പാർട്ടി എംപിമാർ പാർലമെന്റിന് മുന്നിൽ നേരത്തെ പ്രതിഷേധം നടത്തി. अमित शाह जवाब दो।